എൻ്റെ ബിസിനസ് രേണു വിചാരിച്ചാൽ തകർക്കാൻ കഴിയില്ല. ഞാൻ ഒരു നല്ലൊരു ബേസ് ഇട്ട് കഴിഞ്ഞ്. പക്ഷേ ഇതിനകത്ത് കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ശാരീരികമായിട്ട് കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, മെറ്റീരിയൽസ് തന്ന് കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, 5000 തന്ന ആൾക്കാരുണ്ട്, 1000 തന്ന ആൾക്കാരുണ്ട്. ഇവരോട് എല്ലാവരോടും കൂടെ ഉള്ളൊരു വെല്ലുവിളിയാണ്. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത്. ഞാൻ ഇപ്പോഴും പ്രതികരിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെല്ലാവരും കൂടെ ഒരു പക്ഷേ എനിക്കെതിരെ പ്രതികരിക്കും. അപ്പോൾ ഇവരെ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ വികാരം അല്ലെങ്കിൽ അവരുടെ വിഷമമാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്, അല്ലാതെ എൻ്റെ മാത്രം വിഷമമല്ല. അതിനകത്ത് താങ്കളുടെ ഫേസ്ബുക്ക് വീഡിയോയുടെ താഴെ കുറേ കമൻറ്റ്സ് വന്നത്, അതായത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് കൂടെ വന്നു, ഇനി നിങ്ങൾക്കത് വേണമെങ്കിൽ ഞങ്ങളത് പൊളിച്ച് കളഞ്ഞ് എന്നുള്ള രീതിയിലൊക്കെ വൈകാരികമായുള്ള പ്രകടനങ്ങൾ അതിനകത്ത് കണ്ടിരുന്നു. അതെ, അവർക്ക് ഇനിയിപ്പോൾ അവരിപ്പോൾ ഒരുപാട് ഫേമസ് ആയി അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവർ ചിലപ്പോൾ സ്റ്റേബിൾ ആയിരിക്കും. അവർക്കത് വീട് വേണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് മാക്സിമം നമുക്കതിന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഞങ്ങളെടുത്ത് വേറൊരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു വീടിൽ നിന്ന് എടുത്ത സാധനങ്ങൾ അത് പൊളിച്ച് ഞങ്ങൾ മാറ്റി മാക്സിമം മെറ്റീരിയൽസ് എടുത്ത് ഞങ്ങൾ വേറെ ആൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം എന്ന് വരെ ഞങ്ങൾ ചർച്ച ചെയ്തു. അവർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അവർക്കത് ഓപ്പണായിട്ട് പറയാം. ഞങ്ങളത് പൊളിച്ച് സ്ഥലം കാലിയാക്കി കൊടുക്കുക, അതൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടോ വിഷമമൊന്നുമില്ല.